ഹായ് എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. ഇത് നിങ്ങൾ ഓഫീസിൽ പോകുന്നവരാണ് അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഗോ ടു മേക്കപ്പ് ലുക്കായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതിനകത്ത് ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനത്തെ ബേസ് മേക്കപ്പുകളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. മാത്രമല്ല ഡസ്കി ടു ഡീപ്പ് സ്കിൻ ടോണ് യെല്ലോ കളർ എത്രമാത്രം സ്യൂട്ട് ആവും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു വീഡിയോ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയ്ക്ക് കിടക്കാം. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ടോൺ ചെയ്യാതെ നേരെ മോയ്സ്ചറൈസിങ്ങിലേക്കാണ് കടന്നത്. മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാനിവിടെ അരോമ മാജിക്കിൻ്റെ ജൂനിperberry ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത്. ഇത് 100 ml 205 രൂപയാണ്. ഞാൻ വാങ്ങിയപ്പോൾ 205 രൂപയായിരുന്നു. ഇപ്പോൾ ഓഫർ പ്രൈസിന് 144 രൂപയ്ക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു 3-4 പമ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പിടിപ്പിക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ക്രീം തേക്കണ പോലെയല്ല, നമ്മളുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മോയ്സ്ചർ ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ വാദിയുടെ ബ്ലൂബെറി ലിപ് ബാമാണ്. ഇത് ഞാൻ നൈക്കന്ന് മേടിച്ചാൽ കേട്ടോ. ഇതൊരു 52 രൂപയായിട്ടുള്ളൂ. എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ പ്രൈസ് എത്രയാണ്. അപ്പോൾ ഞാൻ ഇതും എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്, അത് കാരണം കൊണ്ട്. അല്ലെങ്കിലും ഞാനൊരു ലിപ് ബാം ഭ്രാന്തിയാണ്, അത് കാരണം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ഫൗണ്ടേഷൻ ഒന്നും ഇടാതെ ലൂസ് പൗഡറിലേക്കാണ് പോകുന്നത്. ഇത് മേബ്ലിൻ ഫിറ്റ്മിയുടെ ലൂസ് പൗഡറാണ്. ഇതിൻ്റെ ഷെയ്ഡ് 30 മീഡിയം ഡീപ്പാണ്. ഇതിന് 514 രൂപയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഞാൻ മേടിച്ചപ്പോൾ കുറച്ചും കൂടെ പൈസ കൂടുതലായിരുന്നു കേട്ടോ. ഇത് നല്ലൊരു സംഭവമാണ്. കാരണം വേറെ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഇത് സൂപ്പറാണ്. കാരണം ഒരുവിധം നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ ഇതുപോലെ ഒരു സ്പഞ്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പൗഡർ ബ്രഷ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക പതിച്ച് കൊടുക്കുക. അതായത് സെറ്റ് ചെയ്ത് കൊടുക്കില്ലേ, അതേപോലെ ചെയ്യാം. നന്നായിട്ട് അമക്കി വെച്ച് കൊടുക്കാം. ഞാൻ ഈ എടുത്തിരിക്കുന്ന സ്പഞ്ച് മാസിൻ്റെ സ്പഞ്ചാണ് കേട്ടോ. ഇത് ഞാൻ നനച്ചിട്ടൊന്നുമില്ല. സാധാരണ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കില്ലേ, അതേപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ കൂടുതലാവുന്ന സ്ഥലത്ത്, ഓയിൽനെസ് കൂടുതലാവുന്ന സ്ഥലത്ത്, ഓയിലി സ്കിന്നുകാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ആവുന്ന സ്ഥലത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മൂക്കിൻ്റെ അവിടെയും പിന്നെ ആ ഒരു താടിയുടെ അവിടെ ഒന്നും ഇടുന്നില്ല. അത് ആ ഓയിൽനെസ് അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഐ ഷാഡോ പാലറ്റ് എടുക്കുന്നുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ്. 9 കളേഴ്സാണുള്ളത്. ഇതിൻ്റെ ഷെയ്ഡ് 6 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നല്ല ന്യൂഡ് കളേഴ്സൊക്കെയാണ്. നല്ല രസമുണ്ട്. നല്ല 2 ഷിമറി കളറോ മറ്റോ ഉണ്ട്. ഇതിന് 199 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ചെയ്യാനായിട്ട്, ഐ ഷാഡോ ചെയ്യാനായിട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇത് ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രഷ് ഞാൻ സെറ്റായിട്ട് മേടിച്ചതാണ്. 4 അതായത് ഐ ഷാഡോ കണ്ണിൽ എന്തെങ്കിലും പടക്കം വരയ്ക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിന് 199 രൂപയായിട്ടുള്ളൂ കേട്ടോ. നല്ല ബ്രഷാണ്. അപ്പം ഞാൻ ഇതിനകത്തുള്ള ആ ഒരു സ്കിന്നിൻ്റെ കളറില്ലേ, ആ കളറ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ റാൻഡംലി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളർ ശരിക്കും എന്താ പറയുക ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ട്, അങ്ങനത്തെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേദിവസം എൻ്റെ കണ്ണ് നന്നായിട്ട് ഉണ്ടായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഐ ഷാഡോ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അതിന് ശേഷം ഞാനൊരു ഡാർക്ക് കളർ എടുക്കുന്നുണ്ട്. ഒരു എന്താ പറയുക ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ കണ്ണിൻ്റെ കളർ അതാണല്ലോ. അത് കാരണം കൊണ്ട് ഞാൻ പിന്നെയും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ സമയത്ത് ബ്ലെൻഡ് ചെയ്താലാണ് നല്ലൊരു എന്താ പറയുക ഭംഗി അറിയുള്ളൂ. അതിന് ശേഷം എൻ്റെ ഈ ഒരു റിംഗ് ഫിംഗർ വെച്ചിട്ട് ഞാൻ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മുടെ ആ കണ്ണിൻ്റെ മീതിയുള്ള ആ ഒരു കളറ് നാച്ചുറലായിട്ട് തോന്നിക്കും. ഐ ഷാഡോ ഇട്ടുണ്ടെന്ന് അങ്ങനെയൊന്നും അറിയൊന്നുമില്ല. കണ്ടോ, ഇപ്പോൾ ആ ഭാഗത്ത് വെള്ളമടിച്ച് നിൽക്കുന്നുണ്ടോ നമ്മൾ ആ ഒരു ലൂസ് പൗഡർ ഇട്ടതിൻ്റെ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടും കൂടെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ കണ്ണും അതുപോലെ ചെയ്തിട്ട് വരാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി അതിനുശേഷം ഞാൻ താഴെയും അതേപോലെ ചെയ്യുകയാണ്. ഇത് ഞാൻ ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു കണ്ണിൻ്റെ അടിയിൽ വയ്ക്കുന്ന ഈ ഒരു ബ്രഷ്, അത് ഈ ഒരു എന്താ പറയുക തിന്ന ഏരിയയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് പോലെ ഒരു ബ്രഷ് അത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നതാണ്. ഞാൻ ആദ്യം മേടിച്ചിട്ടുള്ള പർപ്പിളിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ താഴെയും ഈ ഭാഗത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണ് ഭയങ്കര ബാഗി ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം തലേദിവസം നന്നായിട്ട് തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് ഓയിൽനെസ് ഉണ്ട്. പ്രത്യേകിച്ചും കണ്ണിൻ്റെ ചുറ്റുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ഓയിൽനെസ് ഉണ്ടാവും. അത് കാരണം കൊണ്ട് ഞാൻ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും കുറച്ചും കൂടെ ഓയിൽ ഉണ്ടെന്ന് തോന്നുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പാച്ച് ടെസ്റ്റ് ചെയ്ത് പാച്ച് ടെസ്റ്റ് അല്ലല്ലോ ഇങ്ങനെ ഒന്ന്
സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓയിൽനെസ് മാറ്റാൻ തന്നെ നല്ലൊരു ലുക്കായിരിക്കും നമ്മുടെ ഒരു ഫേസിന് വരുന്നത്. ഓർക്കത്തൂങ്ങി ലുക്കൊക്കെ മാറും. പിന്നെ ഞാനിവിടെ ഒന്ന് ഐബ്രോ ചെയ്യുന്നുണ്ട്. ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാനിത് ബ്ലൂ ഹെവൻ്റെ ആണ് ഈ ഒരു ഐബ്രോ പെൻസിൽ. ഇതും ഒരു 100 താഴെയുള്ള ഒരു സൂപ്പറായിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നല്ല വാങ്ങിയത്, നൈക്കയിൽ മേടിച്ചത്. പക്ഷേ ആമസോണിലും അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ എന്തായാലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ബ്രൗൺ കളറാണ്. അത് കാരണം കൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ലുക്ക് തോന്നിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് പിന്നെ എവിടെയാണ് അങ്ങനെ ഇല്ലാത്തത്, അതായത് ഹെയർസൊക്കെ എവിടെയാണ് ഇല്ലാത്തത് അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നന്നായിട്ട് ആ ഒരു മാറ്റം അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പുറത്തെ എനിക്ക് ഈ ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡാണ്. ശരിക്കും ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ ശരിക്കും ചെയ്യാനറിയാം. റൈറ്റ് സൈഡിലുള്ളത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക എക്സ്പേർട്ടല്ല. അപ്പോൾ എന്നാലും ഞാൻ ഒരു വിധത്തിൽ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ഐബ്രോസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഐബ്രോസും ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കണ്ണൊക്കെ എഴുതിയാൽ തന്നെ നല്ല ലുക്കായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ സ്പൂലിയുണ്ട്, അത് വെച്ചിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും കട്ടൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് യൂണിഫോംലി ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഐലാഷ് കേളർ എടുക്കുന്നുണ്ട്. ഐലാഷ് കേളർ എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് കണ്ണെഴുതണ്ടെന്നാണ് വിചാരിച്ചത്. അത് കാരണം കൊണ്ടാണ് ഈ ഒരു പരിപാടി ആദ്യം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മസ്കാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മസ്കാര വേണമെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷേ ഇത് ഞാൻ കണ്ണെഴുതുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മാബ്ലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ്. ഇത് വാട്ടർ പ്രൂഫാണ്. ഇതിനും അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ. 335 രൂപയാണ് ഇപ്പോൾ ഓഫറിൽ കിടക്കുന്നത്. പക്ഷേ ഞാൻ ഇതിലും വിലയുള്ളപ്പോഴാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട കെട്ടാനൊരു സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ അതിലത്തെ പ്രോഡക്റ്റ് മുഴുവൻ അതിനകത്തേക്ക് ഇങ്ങനെ വരട്ടി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് മാത്രം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പം 2-3 പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് ഇടണം. ഇത് നമ്മുടെ ഐലാഷസിനെ നന്നായിട്ട് ഇങ്ങനെ നല്ല വോളിയംനെസ് ആയിട്ട് നല്ലതായിട്ട് കേൾ ചെയ്തിട്ട് കാണിക്കാനായിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് മാത്രമാണ് ഇതിൽ കുറച്ചൊരു സമയം എടുത്ത് നല്ല കുഷ്യസ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കിയെല്ലാം സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. ഒരു 5 to 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ പരിപാടികളൊക്കെ തീരൂട്ടാ. ഇനി അതിന് ശേഷമാണ് ഞാൻ പിന്നെ വിചാരിച്ചെന്നാൽ പിന്നെ കണ്ണെഴുതാന്ന്. കാരണം എൻ്റെ കണ്ണ് കൂടുതലായിട്ടിരിക്കുന്ന കാര്യം കൊണ്ടാണ്. അല്ലെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ഈ ഒരു ലുക്കിൽ തന്നെ അവസാനിപ്പിക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ ടൈറ്റിൽ ലൈനും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അടിയിലും എഴുതുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ കണ്ണിന് നല്ലൊരു ഒരു ഷേപ്പ് കിട്ടിയില്ലേ, നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുക. ഏത് കാജലായാലും കുഴപ്പമില്ല. ഈ ഒരു കാജൽ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ പണ്ട് വാങ്ങിയിട്ടുള്ളതാണ്. കണ്ണ് എഴുതിയതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് സെറ്റിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എക്സാക്റ്റ് ഷെയ്ഡ് നോക്കി വാങ്ങുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. വൈറ്റിഷ് ഒന്നും അടിക്കില്ല. ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് ഷെയ്ഡ് തന്നെയാണ്. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്. നോൺ ട്രാൻസ്ഫർ പ്രൂഫാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു ബ്രിക്ക് റെഡാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല അഫോർഡബിളും കൂടിയാണ്. കുറേ നേരം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 11 കോഫി കമൻ്റാണ്. 100 രൂപയായിട്ടും താഴെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങുന്ന വരെ ഒരു തുടിച്ച് നിൽക്കുന്ന ഒരു കളറാണ്. പക്ഷെ ഉണങ്ങി കഴിഞ്ഞാൽ നല്ല സട്ടിലായിട്ടുള്ളൊരു കളറാണ്. നമ്മുടെ സ്കിന്നിനോട് നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു കളറാണ് കേട്ടോ. കണ്ടോ, കഴിഞ്ഞു. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഉണങ്ങിയപ്പോൾ ഇതേ ഈ ഒരു ഷെയ്ഡാണ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം ഭയങ്കര ഓയിലി ആയിട്ട് മാറും. അപ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കും. അത് കാരണം കൊണ്ടാണ് ഈ ഒരു ടീസോണിലൊക്കെ നന്നായിട്ട് ഗ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ജുംക്ക മാറ്റിയിട്ട് സ്റ്റഡ് ആക്കിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഹെയർ സ്റ്റൈലും മാറ്റിയിട്ടുണ്ട്. ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ വീഡിയോൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായിട്ടുള്ളത് എന്നുള്ളതും പറയാനായിട്ട് മറന്നു വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ഞാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.